ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ സ്കൂളുകളൊക്കെ തുറക്കാറായിട്ടുണ്ട്. വലിയൊരു വെക്കേഷൻ പീരീഡ് നമ്മുടെ മുന്നിൽ തീരാൻ പോവുകയാണ്. സോ ഈ മൊമെൻറ്റിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കടന്നു പോകാൻ പോകുന്ന +2 അത് ഞങ്ങൾക്ക് അറിയാലോ സാറേ. പക്ഷേ നിങ്ങൾ +1 കണ്ട പോലുള്ള സബ്ജക്റ്റുകളല്ല +2 കാണാനിരിക്കുന്നത്. അത് നിങ്ങളുടെ സീനിയേഴ്സിനോട് സിംപ്ലി നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ നിങ്ങളോട് പറഞ്ഞു തരും. മെയിൻലി നമ്മുടെ ഫിസിക്സിലോട്ട് വരുമ്പോൾ +1 നമ്മൾ പഠിച്ചിട്ടുള്ള മെക്കാനിക്സും അതുപോലെ തന്നെ തെർമലും ഓസിലേഷനും ഒക്കെയാണ് വളരെ നമുക്ക് റിലേറ്റബിൾ ആയ ചാപ്റ്റേഴ്സാണ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ +2 ഫിസിക്സ് പറയുകയാണെങ്കിൽ മെയിൻലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, കറണ്ട് ആണ്, മാഗ്നറ്റിസം ആണ്. ലൈക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇമാജിൻ ചെയ്യേണ്ട ടോപ്പിക്കുകളും ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ അതിനാൽ തന്നെ പെട്ടെന്ന് ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പലർക്കും നമ്മൾ കാണാറുണ്ട്. മെയിൻലി നമ്മുടെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ നമ്മൾ കുറേ മുമ്പ് തന്നെ ആരംഭിച്ചാണ്. ആ കുട്ടികളിൽ പോലും ഈ ഒരു പ്രശ്നം നമ്മൾ കാണാറുണ്ട്. കാരണം നമ്മളവിടെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഇമാജിൻ ചെയ്യേണ്ട കോൺസെപ്റ്റുകളാണ്. അല്ലെങ്കിൽ മോനെ നീ ഇത് കണ്ടിട്ടില്ലടാ, നീ ഇത് കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളല്ല, പഠിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുമല്ല. മറിച്ച് ജസ്റ്റ് ഇമാജിൻ ആൻഡ് സർഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് കാണാൻ സാധിക്കാത്ത പുതിയ ലോകമാണ് നിങ്ങൾ +2 പഠിക്കുന്നത്. സോ അത് പഠിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആസ് എ ബ്രദർ എനിക്ക് പറയാനുള്ളത്, നന്നായി തന്നെ പഠിക്കുക. കോൺസെപ്റ്റ് ബേസ് സ്ട്രോങ് ആക്കി തന്നെ പഠിക്കുക. അതായത് എങ്ങനെയെങ്കിലും പരീക്ഷയിൽ മാർക്ക് നേടണം എന്ന് പറഞ്ഞ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ആ ചോദ്യങ്ങൾ മാത്രം ടോപ്പിക് വൈസ് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു അബദ്ധത്തിലാണ് നിങ്ങൾ ചെന്നെത്താൻ പോകുന്നത്. സോ അതിൽ നിന്നും മാറിയിട്ട് എല്ലാ കാര്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു സിലബസിനെ ഇഷ്ടപ്പെട്ട്, ഫിസിക്സിനെ ഇനി ഇഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കുഞ്ഞ് അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, +2 ബോർഡ് എക്സാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട്. അതിൻ്റെയും മാർക്ക് വെയിറ്റേജ് വളരെ കൂടുതലാണ്. സോ അതിനും ഇനീഷ്യൽ മുതൽ തന്നെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം ലാബുകൾ പലപ്പോഴും പല കുട്ടികളും സ്കിപ്പ് ചെയ്തിട്ട് അവസാന മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാമെന്ന് വിചാരിക്കാറുണ്ട്. അത്തരത്തിൽ സാധിക്കുന്ന ഒന്നല്ല പ്രാക്ടിക്കൽസും ലാബും റെക്കോർഡ് വർക്കുകളും എന്നെല്ലാം പറയുന്നത്. തുടക്കം മുതൽ എല്ലാ ആഴ്ചകളിലുള്ള റെക്കോർഡുകളൊക്കെ കൃത്യമായി എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് സൈനൊക്കെ മേടിച്ച് തന്നെ നിങ്ങളെല്ലാവരും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എന്നൊരു പരീക്ഷ കൂടി +2 അവസാനം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സോ ഇതിനൊക്കെ തയ്യാറായിട്ട് വേണം +2 നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അഗ്നി ബാച്ചിൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തീരാറായിട്ടുണ്ട്. മൊഡ്യൂൾ എക്സാമിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അഗ്നി ബാച്ചിൻ്റെ നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ തീരാറായിട്ടുണ്ട്. കോണ്ടന്റ് തീർന്ന് ഇനി ഞാൻ കടക്കാൻ പോകുന്നത് അതിൻ്റെ NCERT ക്വസ്റ്റ്യൻസിലോട്ടും PYQസിലോട്ടും ഒക്കെയാണ്. സോ നിങ്ങളും സൈലത്തിൻ്റെ കൂടെ പഠിക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഗംഭീരമായിട്ട് എനിക്ക് പെർഫോം ചെയ്യാമെന്ന് വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അഗ്നി ബാച്ചിൽ ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. ഇനിയും നിങ്ങൾ ആരും വൈകിയിട്ടില്ല. ഇനിയും ഓരോ മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ പലരും വൈകി പോകുന്നത്. നിങ്ങൾക്ക് കുറേ പെൻഡിങ് ക്ലാസ്സുകൾ വരുന്നത്. ഈ മൊമെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഗംഭീരമായി നമുക്ക് അടിപൊളിയായി തന്നെ പഠിച്ചു തുടങ്ങാം. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും അഡ്മിഷൻ എടുക്കുക. സോ ഗൈസ്, നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. കാണാം.